തിരുനബിയുടെ രണ്ട് ഭാഗത്തും രണ്ടുപേര് കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വലതും ഇടതും രണ്ടുപേര് കിടക്കുന്നുണ്ടല്ലോ. അതിൽ കിടക്കുന്ന ഒരാളാണ് ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അതാ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. പഠിച്ചവനെ സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് നമസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നു. സഹാബികൾ മുഴുവനും പുറകിൽ വന്ന് നിന്ന് കിടന്നു. ഉമർ തങ്ങളെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാ. അവിടുന്ന് കൈകെട്ടുകയാ. അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുകയാണ്. അവിടുന്ന് വജ്ജകത്ത് പോതുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി. പഠിച്ചവനെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തു ത്വാഹയാണ് ഓതുന്നത്. ഉമർ തങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി. സൂറത്തു ത്വാഹ ഓതാൻ തുടങ്ങി. പഠിച്ചവനെ സ്വഹാബികൾ മുഴുവനും നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, വിശങ്കടർത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാ. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതാ പള്ളിയുടെ മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അടിവയറ്റിലേക്ക് കൊണ്ടുപോയ വിശങ്കടർത്തിയ കടാരയങ്ങ് കുത്തിയിറക്കുകയാണ്. ഉമർ തങ്ങളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. പടച്ചവനെ പൈപ്പ് പൊട്ടിയിട്ട് വിടുകുന്നത് പോലെ ഉമർ തങ്ങളുടെ വയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചറപ്പ് ഇവൻ ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികള് ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പിടിക്കാൻ പോയില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തിമലർത്തിയിട്ടാണ് ഇവൻ ഇറങ്ങി ഓടുന്നത്. പടച്ചവനെ ഉമർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇമാമത്ത് നിൽക്കാതെ കഴിയാതെ വന്നപ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ അവിടുന്ന് എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് അവിടുന്ന് സൂചന കൊടുക്കുമ്പോ തന്റെ പുറകിൽ നമസ്കരിക്കുന്ന സഹാബികളുടെ ഇടയിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുന്നേക്ക് കയറുകയാണ്. അവിടുന്ന് മുന്നോട്ട് കയറുകയാണ്. ഉമർ തങ്ങൾ നിന്ന് മുസല്ലയിൽ പോയി നിൽക്കുകയാണ്. പടച്ചവരെ നമസ്കാരം തുടരുകയാ. തന്റെ കാലിന്റെ ചുവട്ടില്, തന്റെ കാലിന്റെ ചുവട്ടില് കിടക്കുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. തന്റെ കാൽ ചുവട്ടിൽ കിടന്ന് മരണത്തിന്റെ വെപ്രാളത്തിൽ പിടയുമ്പോ ഒരാള് പോലും കെട്ടിയ കൈയഴിച്ചില്ല. ഒരാള് പോലും കെട്ടിയ കൈയഴിച്ചില്ല. ഒരാളും ജീവനും കൊണ്ടോടിയില്ല. കെട്ടിയവനെ പിടിക്കാൻ പോയില്ല.
കാരണം എന്തെന്നറിയുമോ? അവന് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൈകെട്ടികെട്ടു പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമോ? ഞാനും നിങ്ങളും നമസ്കരിക്കുമല്ലോ, കൈകെട്ടികെട്ടു പടച്ചവനോട് പറയുമല്ലോ, പ്രതിജ്ഞയാണ്. ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, അതൊരു പ്രതിജ്ഞയാണ്. അല്ലാ, സർവ്വതിനെക്കാളും വലുത് നീയാണല്ലാ. പടച്ചവരെ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും സർവ്വതും നിനക്കാണ് പടച്ചവര് എന്ന് പറഞ്ഞിട്ടാണ് പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരാരും തിരിഞ്ഞു നോക്കാത്തത്, അതുകൊണ്ടാണ് ഒരാളും ഓടാഞ്ഞത്. പടച്ചവരെ അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അവിടെ നിന്ന് നമസ്കാരം പൂർത്തിയായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വായിക്കകത്ത് പിടിച്ചു കൊടുക്കുന്ന വെള്ളം പോലെ പടച്ചവരെ പുറത്തേക്ക് പോകുകയാണ്. അവിടെ നിന്ന് മനസ്സിലായി മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. എല്ലാവരും വരുന്നുണ്ട്, ഉമർതങ്ങളെ കാണുന്നുണ്ട്, ഉമർതങ്ങളെ കാണുന്നുണ്ട്. പടച്ചവനെ, എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ല, എന്നിട്ട് അവിടെ കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഉമറേ, നിങ്ങൾ ആരായിരുന്നെന്ന് ഓർമ്മയില്ല? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി പോയിരുന്ന മനുഷ്യനല്ലേ ഉമർ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനായിരുന്നല്ലോ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ച സഹാബിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ. നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങളെക്കാളും ഭാഗ്യവാനാരാ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? കാരണം മദീനത്ത് യുദ്ധം ഹറാമാണല്ലോ. മക്കയിലും മദീനയിലും യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് പോലും ഇവിടെ കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഉമർ? ഉമർ തങ്ങളുടെ മുഖമങ്ങ് പ്രകാശിക്കുകയാ. ഇത് കേട്ടപ്പോ, അല്ലാഹു എനിക്ക് നൽകിയ ഭാഗ്യം കണ്ടപ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ. ആ തിരിച്ച് നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, മോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. മോനെ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എഴുന്നേറ്റോ? എഴുന്നേക്ക്. എക്സസൈസ് ആണെന്ന് കരുതിയാൽ മതി. എഴുന്നേറ്റോ? നേരെ നിന്ന് എന്നിട്ട് നിങ്ങളുടെ ഞെരിയാണിക്ക് താഴേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ എല്ലാവരുടെയും ഞെരിയാണിക്ക് താഴെ നോക്കുക. അഹങ്കാരം ഉണ്ടോ ഇല്ലയോ? നോക്കിയോ? ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, അഹങ്കാരം ഉണ്ടോ ഇല്ലേ? ആദ്യം മുണ്ട് പൊക്കി കൊടുത്തല്ലാണോ? ആദ്യം മുണ്ട് പൊക്കി കൊടുത്ത് ഞെരിയാണിക്ക് താഴെ കിടക്കണ വസ്ത്രം എല്ലാവരും ഒന്ന് പൊക്കി കൊടുത്തിക്ക്. കാരണം വയലെന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ ചെയ്യാനുള്ളതല്ല. മുണ്ട് പൊക്കി കൊടുത്ത് ഒന്നേന്ന് തുടങ്ങി എല്ലാവരും അവരുടെ വസ്ത്രങ്ങൾ, പാൻ്റൊക്കെ ചെറുപ്പക്കാരൻ റോഡ് തൂത്തോണ്ട് നടക്കുക. ഇങ്ങനെ ചില കാക്കാമാര് നടക്കുന്ന കണ്ട മിറ്റം തൂക്കുന്നതിന് പകരം വെളിയിലൊന്ന് ഇറക്കി വിട്ടാൽ മതി. ചില കാക്കാമാരെടുത്തൊരു മുണ്ടും കൊടുത്തിട്ട് വിട്ട് പെണ്ണുങ്ങളൊക്കെ എന്തിനാ തൂക്കണേ? ചില ആൾക്കാരുടെ മുണ്ടിന്റെ അടിഭാഗം പഠിച്ചവനെ എന്താ അഴുക്കാന്നറിയോ? കാരണം ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുക. പള്ളിക്കകത്തൊക്കെ ഇനി നോക്കണ്ട, 4 പേരെ നടത്തിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റിനെയും സെക്രട്ടറിയൊക്കെ നടത്തിച്ചാൽ മതി. കാരണം തൂത്തുകൊണ്ട് നടക്കാം. അതിന് വേറെ പണിയൊന്നുമില്ല. അൽഹംദുലില്ലാ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ മനസ്സിലായല്ലോ? ഇനി മുതലെങ്കിലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം. അത് അഹങ്കാരമുള്ളതിന്റെ അടയാളം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നാണം കെട്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ് ദുൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ കോടതിയിലെ രണ്ടാമത്തെ നശിച്ചവനാരാ? സഹാബാ ദുൽ വജ്ഹൈൻ. 2 മുഖമുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതാ അമ്മാർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. 2 നാക്കുണ്ടല്ലോ, തീയാലുള്ള നാവുകളുമായിട്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് നബിയേ? തീയാലുള്ള 2 നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും വെന്തുരുകിപ്പോയ രീതിയിൽ എല്ലുകൾ മാത്രമായി പരലോകത്ത് കടന്നു വരുന്ന നശിച്ചവരാരാ? ആ നാണം കെട്ടവനാരാ? ദുൽ വജ്ഹൈൻ. 2 മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മുഖമുള്ളവർ. 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ആരാ? 2 തലയുള്ളവരുള്ളെന്നല്ലവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുമ്പോ ഒരു പുഞ്ചിരി. അൽഹംദുലില്ലാ ഉസ്താദ് സുഖമാണോ? ഭാര്യ മക്കളൊക്കെ ഇരിക്കുന്നു, റാഹത്തല്ലേ ഉസ്താദ്? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ എല്ലാം പറഞ്ഞു ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് മാറുമ്പോ പണ്ടാരടങ്ങവൻ, അവൻ ആരാ? ഇപ്പുറത്ത് വരുമ്പോ പടച്ചവനെ എന്തൊക്കെ പറയുന്നറിയോ? എന്ത് നല്ല മനുഷ്യൻ, പള്ളിക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാരി കോരി കൊടുക്കും. അൽഹംദുലില്ലാ നല്ലൊരു മനുഷ്യനൊക്കെ പറയും. അങ്ങോട്ട് തിരിഞ്ഞാ നക്കി, ഇവനെക്കാരും വൃത്തികെട്ട ഒരുത്തോണ്ടോണ്ടാ അറബി എത്തീങ്കാനയിലാക്കിയിട്ട് കുറച്ച് പൈസയും കൊണ്ടുവന്നിട്ട് പള്ളിക്ക് എടുക്കുക. അങ്ങോട്ട് മാറുമ്പോ കഴിഞ്ഞു. 2 മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൂടും പടച്ചവനെല്ലാം പറയും അൽഹംദുലില്ലാ. അങ്ങോട്ട് തിരിയുമ്പോ നേരെ ഓപ്പോസിറ്റ് പറയും. കുടുംബം കലക്കികളുണ്ടല്ലോ, അവിടെ ഇവിടെ നിന്നിട്ട് പടക്കത്തിന് എന്ത് കൊടുക്കണം സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർക്കതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. ചിലർക്കത് വല്ലാത്ത സുഖമാ. ഇവിടെയും കൂടും അവിടെയും കൂടും. ഭാര്യയും ഭർത്താവിനെ വരെ 2 തട്ടാക്കി.
ഭാര്യയും ഭർത്താവിനെയും 2 തട്ട്, ചങ്കുകളും കരളുകളുമായിരുന്ന കൂട്ടുകാരെ 2 തട്ട്, സ്വന്തം ജ്യേഷ്ഠനെ അനുജനെയും മരിച്ചാ പോലും നീ കയറല് കെട്ടണ ഇങ്ങനെ ആക്കിയതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, 2 മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇറച്ചി തിന്നുന്ന ഒരു വിഭാഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സ്വഭാവമുള്ളവന് മലയാളത്തിൽ വേറൊരു വാക്ക പറയാം, ഞാനത് പറയണില്ല, വയതിന്റെ സദസ്സായതുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ചിലതുണ്ട്. ചില വാപ്പമാരെ കണ്ടാ നടക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ചുമച്ച് പടച്ചവനെ വരുന്ന കണ്ട സങ്കടം തോന്നും. അല്ലോ പള്ളി വരും നിസ്കരിക്കാൻ. എന്നിട്ട് വന്ന് പള്ളിയുടെ മൂലയിൽ വന്നൊരു കസേര എടുത്തുകൊണ്ട് സൈഡിൽ പോയി നിസ്കരിക്കും. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ പള്ളിയുടെ കവാടത്തിൽ കൊണ്ടുവന്ന കസേര ഇട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് പറയും, ഓ അങ്ങനെ ആ നിസ്കരിച്ച പ്രതിഫലം അപ്പൊ തന്നെ കൊടുക്കും. ആ നിസ്കരിച്ച പ്രതിഫലം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ശവം തിന്നി ഉറുമ്പുകളായി ജീവിക്കുന്ന ചിലരുണ്ട്. ഇറച്ചി തിന്നണം, എത്ര തിന്നാലും അറിയൂല. നാട്ടുകാരുടെ കുറച്ച് തിന്നണം, പള്ളിയിലെ ഉസ്താദന്മാരുടെ കുറച്ച് തിന്നണം, ആരുടെയെങ്കിലും ഇറച്ചികൾ, നാട്ടിലെ സാലിഹത്തായ പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ കുറച്ച് ഇറച്ചി തിന്നണം. ഇങ്ങനെ തിന്നി ജീവിക്കുന്ന ചിലർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ചിലരില്ലേ? ഇല്ലേ? ഇപ്പൊ ചില ആൾക്കാരില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? അവിടെ നമ്മളാ കൂട്ടത്തിൽ പെട്ടവരാണല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർത്തി കത്തിക്കണ പോലെ ജീവനോടെ കത്തിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ കല്യാണ മുടക്കുകളൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ കല്യാണ മുടക്കുകൾ അറിയത്തില്ല. ഇവിടെ ഉണ്ടോ ചങ്ങായിമാര്? പടച്ചോനെ, നമ്മുടെ നാട്ടില് ഒരു ചങ്ങാതി പോയൊരു പെണ്ണുണ്ട്. പെണ്ണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, നാട്ടിൽ വന്നു. അപ്പൊ ഈ പെണ്ണിന്റെ ഉമ്മാടെ സഹോദരങ്ങൾ, മാമാന്ന് പറയും, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല, അവരാണെങ്കിൽ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ വന്നു. ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാ ആദ്യം കണ്ട ഒരു കടയിൽ കയറി. അവിടെ ഒരു ഉപ്പ ഉണ്ട്. ആ ഉപ്പാടെ ഇറച്ചി ഞാൻ തിന്നല്ല, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. ഒരു ഉപ്പാനെ കണ്ടു. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചായക്കടയൊക്കെ കാണും, ഒരു മുറുക്കാൻ കടയൊക്കെ. അദ്ദേഹത്തിന്റെ അടുക്ക പോയി നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ചങ്ങായി പേര് പറയണ്ടപ്പാ, ചങ്ങായിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് വെച്ചു. ഓ, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. അവസാനം കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്നിട്ട് എന്നെയും തല്ലി ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം. എന്തിനാ? എനിക്കറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി അന്വേഷിക്കാൻ. ഇതൊക്കെ പറഞ്ഞു. ഓൻ കള്ളു കുടിക്കുന്നവന്, അവന്റെ കൂട്ടുകാരി കഞ്ചാവടിക്കുന്നവന്, വീട് കയറി അടിക്കുന്നവനാ. 3 എണ്ണം പറഞ്ഞു. എന്നിട്ട് ഈ പിതാവ് പറയാ, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. വന്ന വണ്ടി തന്നെ അവര് തിരിച്ചുപോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ഉപ്പാപ്പമാര് പറയും, സിറാജോ വേണ്ടട്ടാ, അത്രേ പറയത്തുള്ളൂ. വന്നിട്ട് എനിക്ക് നമുക്കുള്ളൊരു അനുഭവം, ഒരാളെടുത്ത് വന്ന് ചോദിച്ചതല്ലേ, എന്താപ്പാ ആ ചങ്ങായി സിറാജ് എങ്ങനുണ്ട്? ഓനോ? വേണ്ട. അതിനകത്തൊരു അർത്ഥമുണ്ട്, കള്ളുപിടി ഉണ്ടെന്നോ പെണ്ണ് ഒന്നും പറഞ്ഞില്ല. ഇങ്ങാർക്ക് ചുമ്മാ ഇരുന്നപ്പോ തോന്നി. അവനോ? വേണ്ട. അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദയവ് ചെയ്തിട്ട് മക്കളെ കെട്ടിക്കുന്നു. നേരത്തെയൊക്കെ കാലത്തിലാണെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ പള്ളി വന്നിട്ട് ഹത്തീബിനോട് ചോദിക്കും, കമ്മിറ്റിക്കാരോട് ചോദിക്കും, അപ്പൊക്കെ നല്ലത് പറയും. ഇപ്പൊ നേരെ വന്നിട്ട് പള്ളിയുടെ മുന്നിൽ ഇരിക്കണ ശവന്തിന്യോടാ ചോദിക്കണേ. അദ്ദേഹത്തിനാണെങ്കിൽ വന്ന് മുടക്കുമ്പോ ഒരു സന്തോഷം. ഒരു കല്യാണം മുടക്കുമ്പോ വല്ലാത്തൊരു ഹാപ്പി, ഒരു ആനന്ദം. അതിന്റെ അങ്ങാരുടെ മുകളിലെ കല്യാണം മുടക്കണം, അപ്പോഴേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതിനൊക്കെ അവസാനം അങ്ങനെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 2 മുഖമുള്ള സ്വഭാവം അത് എല്ലാരിലും ഉണ്ട്. നാട്ടിൽ നിസ്കരിക്കാൻ വരുന്ന ഉപ്പായ്ക്ക് മാത്രമല്ല, പള്ളിയിലെ ഉസ്താദിനുണ്ട്, താടിയുള്ളവനുണ്ട്, ഹജ്ജ് ചെയ്തവനുണ്ട്, ഉംറ ചെയ്തവനുണ്ട്, പ്രസംഗിക്കുന്നവനുണ്ട്, ഖുർആൻ പഠിച്ചവനുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. ഏകദേശം എല്ലാവരും അസൂയ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. വ്യക്തമായി ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാട്സപ്പിൽ വരുന്നത് മുഴുവനും സത്യമാകണമെന്നില്ല. എടാ, വാട്സപ്പിൽ വരുന്നു പടച്ചവന്, അതാ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാള പറ്റൂ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. കാള പറ്റൂ എന്ന് കേട്ടാ മതി. ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാലോചിക്കണം, കാള പ്രസവിക്കത്തില്ലല്ലോ.
അപ്പത്തേക്ക് 5 ഗ്രൂപ്പിൽ പോയി. ഇതാ ഇന്നത്തെ കാലം എങ്ങനെ. എന്നാൽ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ വേറൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടു. വ്യക്തമായി കേട്ടോ ഭർത്താക്കന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയാ, നബിയെ, എന്റെ ഭാര്യ ഒരു അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് ഞാൻ കണ്ടു. പോയി 2 സാക്ഷിയെ കൊണ്ടുവരാനാ പറഞ്ഞത്. എങ്ങനെ 2 സാക്ഷിയെ കൊണ്ടുവാ, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദടി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ റൂമിൽ തന്നെ ഭർത്താവ് ക്യാമറ വെച്ചിരിക്കുന്നത്. ചില ഭർത്താക്കന്മാര് ഭാര്യ അന്യപുരുഷനെ ഫോൺ വിളിക്കുന്നത് മൊബൈലിൽ പിടിക്കുക. പലരും ക്യാമറ. കാരണം എന്ത്? സാക്ഷി വേണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറഞ്ഞത് സാക്ഷി വേണം. സാക്ഷിയില്ലാതെ നീ സംസാരിക്കരുത്. കാരണം അത് സത്യമാകാം, എങ്കിലും സാക്ഷി വേണം. അത്രയും അതിൽ ക്ലാരിറ്റി വേണം. അല്ലാതെ ചുമ്മാതെ ആരെങ്കിലും എന്ന് പറയുമ്പോ ചാടിക്കേറി ചെയ്യലല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്തു പറയും? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തആല അൻഹു രാജ്യം ഭരിക്കുകയാ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ഇത്തിരി താമസിച്ചു. അങ്ങനാണല്ലോ ചിലരൊക്കെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു താമസിച്ചു. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ തലയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ പതുക്കെ നടന്നു പോവാ. രാത്രിയെ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ തന്നെ തെങ്ങി കെട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിനകത്തൊന്നും കയറണ്ട. ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടോണ്ട് രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, പടച്ചവൻ, ഈ നടത്ത അത്ര പന്തികേടാണല്ലോ, എന്താ ഒരു നല്ല നടത്തല്ല, ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്നു. ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരുത്തനോ? അതാരാ ഒന്ന് അറിയണമല്ലോ. ഇങ്ങനെ പുറകെ പോയി ഓനിങ്ങനെ നടക്കാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടന്നു പോകാം. അവസാനം ഇങ്ങനെ നടന്നു പോയിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊരു വീടിരിക്കുന്നു. ആ വീടിന്റെ മുന്നിൽ പോയി. ആളൊഴിഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ പോയി. എന്നിട്ട് അനുവാദം പോലും ചോദിക്കണില്ല. സത്യത്തിൽ ഒരാൾ വീടിനകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, സലാം പറയണം, അനുവാദം ചോദിക്കണം. ഈ മനുഷ്യനാണെങ്കിൽ അനുവാദം പോലും ചോദിക്കാതെ വാതിൽ അങ്ങോട്ട് തുറക്കാം. വാതിൽ ഇങ്ങനെ തുറന്നപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി, ആരാ അല്ലാഹ് മുഖം കാണുന്നുണ്ടോന്ന്, ആരാ ഈ രാത്രി പതുങ്ങി കയറണത് എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോ അവിടെ നിന്ന് മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യം ഭരിക്കണ ഖലീഫയാ. രാത്രി തലയിൽ തുണിയിട്ടുണ്ട് ഒരു വീട്ടിൽ കയറി പോണേ. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഖത്തീബാണെന്നൊന്ന് ആലോചിക്കേ. അല്ലാഹു അലം. നരച്ചിക്ക് നമ്മളാണെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിറ്റി വീഴുന്ന പോലെ ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അതാ ചിന്തിക്കണേ. ഈ ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ അല്ലാഹ്? അത്ഭുതം. ഈ സഹാബി ആരെയും വിളിച്ചു കൂട്ടിയില്ലട്ടാ. നമ്മളെ പോലെ വാളിയ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടല്ലോ, വാടാ വീടിയറ അതറ ഒന്നും വിളിച്ചില്ല. വീടിന്റെ പുറത്ത് ഇങ്ങനെ നിന്നു. ഇറങ്ങി വരുവോ നോക്കാൻ. കുറെ നേരം നിന്നിട്ട് ഇറങ്ങി വരണില്ല. ആ വീടിന്റെ മുന്നിൽ പോയി ഒരു അടയാളം വെച്ചു. ആ വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു. പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം പടച്ചവൻ എപ്പോഴും ഉറങ്ങി. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി പതുങ്ങി കേറിപ്പോയ ആളാ ഇമാമത്തിക്കണേ. ഉമർ ഞങ്ങളാ ഇമാമത്ത് നിക്കണേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിന്ന് നിസ്കരിച്ചു. പക്ഷെ മനസ്സിലൊരു സമാധാനം ഇല്ല. നേരെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ഇന്നലെ രാത്രി അടയാളം വെച്ചിട്ട് പോയത് ആ വീടിന്റെ മുന്നിൽ പോയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അനുവാദം ചോദിച്ചു, സലാം പറഞ്ഞു. അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. അനുവാദം ചോദിച്ചപ്പോ വീടിന്റെ അകത്ത് നിന്നിട്ട് മറുപടി വന്നു. ഒരു പെണ്ണാ മറുപടി പറഞ്ഞേ. അപ്പൊ ഉറപ്പായി ആരാണ്? പെണ്ണാണ്. ഉമർ തങ്ങൾ കേറിയ വീടിന്റെ മുന്നിൽ പോയി അനുവാദം ചോദിച്ചു, കേറി വരട്ടെ, ഇതിനകത്ത് ആരാ ഉള്ളത്? അവിടെ നിന്ന് അനുവാദം ചോദിച്ചപ്പോ ഒരു പെണ്ണാണ് മറുപടി പറയുന്നത്. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. പക്ഷെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. ചോദിച്ചു, ഞാൻ വീടിന്റെ അകത്ത് കടന്നു വരട്ടെ. കേറി അകത്ത് ചെന്ന് നോക്കിയപ്പോ പടുകിളവിയായ എല്ലും തോലുമായ ഒരു ഉമ്മയാ കിടക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി ചെന്ന വീടിന്റെ അകത്ത് നോക്കുമ്പോ ഒരു കിളവിയായ ഉമ്മ. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഒരു ചങ്ങാതി ഇവിടെ വന്നല്ലോ, ആരാ ഉമ്മ?
എന്തിനാ ഉമ്മ വന്നേ? മോനെ, എല്ലാ ദിവസവും രാത്രി വരും ആ മകൻ. അയാൾ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി വരും. എന്റെ മൂത്രം കഴുകും, എന്റെ കാഷ്ടം കഴുകും, എന്റെ വസ്ത്രങ്ങൾ കഴുകും, എന്നെ കുളിപ്പിക്കും, എനിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെക്കും. അവസാനം തിന്നാൻ പല്ലില്ലാത്തത് കാരണം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അല്ലാഹുവേ, ആ ഉമ്മയോട് ചോദിച്ചു, ആ മനുഷ്യൻ ആരാണെന്നറിയോ? എനിക്കറിയില്ല മോനെ. എത്ര പേര് ചോദിച്ചിട്ടും പറയുന്നില്ല. ഞാൻ എത്ര നാളുകൊണ്ട് പേര് ചോദിച്ചു പറയുന്നില്ല. ആ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമർ തങ്ങളാണ് ഉമ്മ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നു കെട്ടിപ്പിടിച്ചിട്ട്, ഉമറേ, എനിക്ക് പൊരുത്തം തരണേ ഉമറേ. ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി. ഒരു രാത്രിയെങ്കിലും, ഒരു ദിവസമെങ്കിലും നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണ വന്നു. എനിക്ക് പൊരുത്തം തരണേ. കാരണം എന്തെന്നറിയുമോ? നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം പറയാ. എടാ ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചോദിച്ച് നീ അത് ക്ലിയറാക്ക്. ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നീ ചോദിച്ച് ക്ലിയറാക്ക്. തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ, അത് ശിർക്കാണെന്ന് മഹാന്മാര് പറയുകയാ. തെറ്റിദ്ധാരണ ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത്. നിനക്കാരെയെങ്കിലും കുറിച്ച്, പള്ളിയിലെ ഖതീബിനെ കുറിച്ച്, പള്ളിയിലെ മുഅദ്ദിനെ കുറിച്ച്, ജമാഅത്തിന്റെ പരിപാലന സമിതിയെ കുറിച്ച് എന്തെങ്കിലും നിന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടോ? ധൈര്യമായിട്ട് ചെന്നിട്ട് ആ പാവപ്പെട്ടവനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂ. അങ്ങനെ നീ ക്ലിയർ ചെയ്യ്, അല്ലാതെ കൊണ്ട് നടക്കല്ലേ, അത് ശിർക്കാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, അബൂ തൽഹ, ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. പക്ഷേ ഇത് നീ ആരോടും പറയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ക്ലിയർ ചെയ്യണം. നിന്റെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞു തന്നാൽ നീ മനസ്സിലാക്കണം. നമ്മളിൽ പലരും പറയും, ഉസ്താദേ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. എന്താ പറയാ? ഞാൻ പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. ശരിയാ, പള്ളി നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത് നീ കേട്ടതേ ഉള്ളൂ. കേട്ടവൻ പറഞ്ഞവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചൊന്നും അല്ലല്ലോ. നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു തന്നപ്പോ നീ എന്തിന് കേട്ടു? നീ അവനെ കാണുമ്പോ തന്നെ പറയണം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അവനെ കാണുമ്പോ തന്നെ പറഞ്ഞേക്കണം, ഓടി രക്ഷപ്പെടണം. അതാ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നാളെ വായിക്കകത്ത് ഇങ്ങനെ കല്ലിട്ട് കടിക്കേണ്ടി, കൈ ഇങ്ങനെ വായിക്കകത്തിട്ടിട്ട് പടച്ചവനെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് കടിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് നമ്മളൊക്കെ പാവമായിട്ട് തന്നെ കാണാറില്ല. നമ്മൾ ന്യായീകരിക്കുകയാ. അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, അവള് ചെയ്തതല്ലേ പറഞ്ഞത്, അല്ലേ? അവൻ കള്ളു കുടിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്, അവൻ പെണ്ണ് പിടിച്ചിട്ടല്ലേ പറഞ്ഞത്, അവൻ മോഷണം നടത്തിയിട്ടല്ലേ പറഞ്ഞത്. പറയാൻ നിനക്കാരവകാശം തന്നു? അതാ എടാ, അവൻ ചെയ്തെങ്കിൽ അവന്റെ കാര്യം പറയാൻ നിനക്കെന്ത് അവകാശം? അല്ലാഹുവല്ലേ അതിന്റെ കാര്യത്തിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറയ്യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറയ്യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു അതിന്റെ പ്രതിഫലം കൊടുക്കും. അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ അതിന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്താൽ നിങ്ങളോട് അല്ലാഹു ചോദിക്കത്തില്ല, പേടിക്കണ്ട. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരുത്തൻ വ്യഭിചരിച്ച് അതിനോട് ചോദിക്കോ? ചോദിക്കത്തില്ല. അവനോടല്ലേ അല്ലാഹു ചോദിക്കത്തുള്ളൂ. നീ എന്തിനാ പഠിക്കണേ?
അവന്റെ അടുത്ത് അല്ലാഹു ചോദിക്കത്തില്ലല്ലോ, നിന്നോടല്ലേ ചോദിക്കത്തില്ലല്ലോ, അവനോടല്ലേ ചോദിക്ക. അതുകൊണ്ട് നിങ്ങൾ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ നിനക്കത് പറയാൻ അധികാരമില്ല, നിനക്കത് പറയാൻ അധികാരമില്ല. പണ്ട് പറഞ്ഞതുപോലെ വ്യഭിചരിക്കാത്തവരെന്നെ കല്ലെറിയാൻ യേശുനാഥൻ പറഞ്ഞതുപോലെ നീ എറിയണമെങ്കിൽ നിന്നെ ആദ്യം എറിയണം. നിന്റെ സ്വഭാവം എന്താന്ന് നീ ചിന്തിച്ചു നോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. കള്ളു കുടിച്ചാൽ അള്ളാഹു പുറത്തു തരും, വ്യഭിചരിച്ചാൽ അള്ളാഹു പുറത്തു തരും, പലിശ തിന്നാൽ അള്ളാഹു പുറത്തു തരും, എന്ത് വൃത്തികേട് കാണിച്ചാലും അള്ളാഹു ഗഫൂറ പുറത്തു തരും. പക്ഷേ ഒരു കാര്യം അള്ളാഹു പുറത്തു തരൂല, ശിർക്ക് ചെയ്തവന് പോലും അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുക്കുന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ നാട്ടിലുള്ള ആരെയെങ്കിലും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് പുറത്ത് ചോദ്യം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ നാട്ടിലെ ഇരിക്കണ പള്ളിയിലെ ഉസ്താദന്മാരെ കുറിച്ചോ കമ്മിറ്റിക്കാരെ കുറിച്ചോ ആരെയെങ്കിലും കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യും, അള്ളാഹ് എനിക്ക് പുറത്താ അല്ലാ, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ബക്കറ്റിന് സമയമായപ്പോ എല്ലാരും ഒന്ന് പോക്കറ്റി കഴിയട്ടെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കൈപൊക്കിക്ക്, ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. അതിനും പേടി ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാം. ബറക്കത്ത് എന്താന്ന് അറിയാത്തതുകൊണ്ട് നിന്റെ കൈ പൊങ്ങാത്തെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. പൊക്കടാ മോനെ, അതെന്താണെന്ന് നിനക്ക് അറിയത്തില്ല. നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടി തെണ്ടേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ആ പൊക്കിയ കൈ നിന്റെ പോക്കറ്റിലിട്. അള്ളാഹു ഞാൻ ഒന്നും എടുത്തില്ലപ്പ. ആരെങ്കിലും ഒരു ഹദീദപ്പ, ആരെങ്കിലും നിങ്ങൾക്ക് സ്പീഡൊന്നും വേണ്ട കേട്ടാ. ഈ ബക്കറ്റും കൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മകളെ കെട്ടിക്കാനല്ല, നിങ്ങൾക്ക് വീട് വെക്കാനല്ല കേട്ടാ. ചങ്ങാതി, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ. നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. ബിസ്മില്ലാ. എല്ലാരും മുകളിലോട്ട് നോക്കിയാ കൈമാരെ മുകളിലോട്ട് നോക്കാൻ. എന്താ ഊപ്പർ ഇല്ലേ? ഊപ്പർ നോക്കിയാ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം. നോക്കണ്ടാട്ടാ, എന്താ എടുത്തതെന്ന് നിങ്ങൾ ആരും നോക്കരുത്, എത്ര രൂപയാന്ന് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ 200 മാറും, 100 മാറും, 10 ആകും. അതുകൊണ്ട് എത്രയാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുകയും ചെയ്യരുത്, ബക്കറ്റിന്റെ അകത്തുനിന്ന് വാരുകയും ചെയ്യരുത്. വെള്ളിയാഴ്ചയൊക്കെ കാണാം ഇട്ടിട്ട് ഇങ്ങനെ പറക്കാം, 100 ഇട്ടിട്ട് 90 എടുക്കും. അത് വേണ്ട, ഇട്ടത് തന്നെ. നിങ്ങൾ ആരെങ്കിലും സദഖ കൊടുത്ത ചങ്ങായി ഇത്തിരി സ്പീഡ് കുറച്ചു പോകും, ആ ചങ്ങാതി ഇത്തിരി സ്പീഡ് കുറച്ചു പോകാൻ പറ, കാക്ക ഒന്ന് പതുക്കെ പോക്ക. നിങ്ങൾ ആരെങ്കിലും സദഖ കൊടുത്താൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കുപം കൊടുത്തു പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ രക്ഷപ്പെട്ടു.